എസ് ഷഹനാസ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പരാതിയിൽ പറയുന്നത് എന്താ? ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അനുയായികളായ ആളുകൾ നിരന്തരമായിട്ട് സൈബർ ആക്രമണം നടത്തുന്നു. ഈ സൈബർ ആക്രമണം നടത്തുന്നത് കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണ്, താൻ കുടുംബമായിട്ട് ജീവിക്കുന്നവളാണ്. കേരളത്തിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് എസ് ഷഹനാസാണ്. ഏതാണ് ആ കുടുംബം? ആ കുടുംബം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ട്യൂഷന് പോയിട്ട് ട്യൂഷൻ അധ്യാപകനുമായി ഉണ്ടാക്കിയെടുത്ത കുടുംബം. ആ കുടുംബം ഉണ്ടായതിൽ പിന്നെ എസ് ഷഹനാസ് പ്രിയ സജീഷായ കുടുംബം. ആ കുടുംബമുള്ള വ്യക്തിയാണ് താൻ. അതുകൊണ്ട് താൻ ആത്മഹത്യയുടെ വക്കിലാണ്. ഇവള് കാരണം എത്രയധികം ആളുകൾ, കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള, കഴിവുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവള് ക്രൂശിച്ച രണ്ടാളുകളാണ്, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് VR സുധീഷും. ഇപ്പോൾ VR സുധീഷിൻ്റെ കാര്യത്തിലാണ് കോഴിക്കോട്ടെ കോടതി നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് കുറ്റം? ഇത് തന്നെ, VR സുധീഷിനെതിരെ അപവാദം പറഞ്ഞു നടന്നു. അപ്പോൾ ഈ VR സുധീഷോ അല്ലെങ്കിൽ VR സുധീഷിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലോ ഒക്കെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഷഹനാസ് അതിന് ഉത്തരവാദിയാകുമായിരുന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ രാഹുലിൻ്റെ അമ്മ ബീനാമ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ എന്തായാലും ചെയ്യില്ല, അപ്പോൾ ബീനാമ എങ്ങാനും ഈ ടോർച്ചർ താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അതിനുത്തരം ഈ പറയുന്ന ഷഹനാസ് പറയുമായിരുന്നോ? അപ്പോൾ ഷഹനാസിൻ്റെ കയ്യിൽ ഒന്നിനുള്ള തെളിവുകളില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഷഹനാസിന് നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത് കോടതിയിൽ ഹാജരാകാത്തത് കൊണ്ടാണ്. എന്താ ഹാജരാവാത്തത്? കോടതിയിൽ ഹാജരാവാത്തത് ഈ VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അതിനുള്ള തെളിവുകളൊന്നുമില്ല. മാത്രമല്ല, VR സുധീഷിനെ ഊമ്പിച്ചിട്ടാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. VR സുധീഷിൻ്റെ കൂടെ നടന്ന് ആവശ്യമുള്ളതൊക്കെ നേടിയെടുത്ത് കൊടുക്കലും വാങ്ങലുകളും ഒക്കെ നടത്തിയിട്ടാണ് അവസാനം VR സുധീഷിനെ കുഴപ്പക്കാരനാക്കുന്നത്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നടന്ന് കൊടുക്കൽ വാങ്ങലുകൾ ആവോളം നടത്തി, വേണ്ടുവോളം നടത്തി, അവസാനം രാഹുലിനെ കുഴപ്പക്കാരനാക്കി. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവൾക്ക് മാത്രമേ ഈ ആത്മഹത്യയുള്ളൂ? ഇവളെന്തിനാ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്നത്? ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇവളൊക്കെ എന്തിനാ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്നത്? പോയി ചത്തൂടെ? കുറേ ആളുകൾക്കെതിരെ ഈ അപവാദം പറഞ്ഞ് നടന്ന് ഒരുപാട് കുടുംബങ്ങൾ തകർത്ത് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ല കാശുണ്ടാക്കുന്നതിലും നല്ലത് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ജീവിക്കാൻ? ആരും പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട ആളുകളൊന്നല്ല, ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് മനസ്സിലായത് അതാണ്. ഒരു മനുഷ്യനെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, തൻ്റെ കാര്യങ്ങൾ നേടുക, അത് കഴിയുമ്പോൾ അവനെ പോയത്തക്കാരനാക്കുക, അവനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കുക. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനാ പിന്നെ ജീവിക്കുന്നത്? പോയി ഒരു ഉപകാരമില്ല, വെറുതെ കുടുംബം കലക്കാൻ. ഇതിലൂടെ എങ്ങനെയെങ്കിലും 4 ആൾ അറിയണം, 4 ആൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ആകെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. VR സുധീഷിനോട് അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ VR സുധീഷിനോട് ഏറ്റവും ഒടുവിലായിട്ട് VR സുധീഷിനോട് സംസാരിക്കുന്നതിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഇവൾ പറയുന്നുണ്ട്, മാഷ് കാരണം എനിക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ മാഷിക്ക് കടന്നു തന്നിട്ടില്ല, മാഷ് എന്നെ ചൂഷണം ചെയ്തിട്ടില്ല, ഞാൻ മാഷെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, മറ്റു പലരുമാണ് മാഷെക്കുറിച്ച് പറഞ്ഞത്. ഇതാണ് ഈ മാഷ് ഡിഫേമേഷൻ കേസ് കൊടുത്ത കാര്യത്തിലുള്ള സംസാരമാണിത്. അപ്പം അതിൽ മാഷ് തിരിച്ച് പറയുന്നുണ്ട്, നീ പറഞ്ഞതിനുള്ള തെളിവുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കണ്ടു, എനിക്ക് ബോധ്യമായി എന്ന് പറയുന്നു മാഷ്. അപ്പം തന്നെ VR സുധീഷ് എന്ന് പറയുന്ന ആ വ്യക്തി ഉടനടി ഷഹനാസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അവസാനം അതിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവള് ശരിക്കും ഈ കുടുംബം കലക്കിയല്ലേ? ഇവള് കാരണം എത്ര ആള് ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും വല്ല വിവരമുണ്ടോ? കാരണം എന്താ ഇങ്ങനെ കലക്കുക? ഈ രാഹുൽ മാങ്കൂട്ടവുമായി ഉണ്ടായ അതേ ബന്ധം VR സുധീഷുമായിട്ടുണ്ടായിരുന്നത് ഇതേ ബന്ധമാണ്.
ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് കേക്ക് മുറിക്കുന്നു, പലതും ആഘോഷിക്കുന്നു, അനുമോദിക്കുന്നു, കൊണ്ടാടുന്നു ഒക്കെ. ഇത് തന്നെയാണ് രാഹുലിൻ്റെ കാര്യത്തിലും. ഞാനതാ പറയുന്നത്, ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ കുടുംബം കലക്കുക, അതുപോലെ ഈ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവനെ കറിവേപ്പില പോലെ വലിച്ചെറിയുക. ഇത് ഞാൻ പറയാനുള്ള കാരണമോ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവരെതിരെ ഇവൾ ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ്? 2020, അതായത് ഡൽഹിയിൽ കർഷക സമരം നടക്കുമ്പോൾ തന്നോട് മോശമായിട്ട് പെരുമാറി, തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തി, അവൻ കോഴിയാണ് എന്നല്ല പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട് ഈ കാലയളവ് എന്ന് പറഞ്ഞ് 2020 ശേഷം ഇവൾ എന്തിനാണ് നിരന്തരമായിട്ട് ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നത്? രാഹുലിനെ സന്ദർശിക്കുന്നു, ഫോണിൽ വിളിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അതാണ് ഞാൻ പറയുന്നത്. കാരണം അവൾക്ക് അവളുടെ കാര്യം നേടാനുണ്ടായിരുന്നു പല കാര്യങ്ങളുണ്ട്. പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പുമാണ്, പല രീതിയിലുള്ള വട്ടിപ്പുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൃശ്ശൂരിലെ അന്നമണയുടെ ആ കുരുന്നിൻ്റെ ചികിത്സാ ഫണ്ട്, അതുപോലെ മക്ബത്തിലേക്ക് ഷെയർ തരാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പൈസ തട്ടിയത്. ഇതെന്തെന്ന് പറഞ്ഞാൽ എല്ലാവരെയും യൂസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ ചില ആളുകൾക്കെതിരെ എന്ന് പറഞ്ഞാൽ, ഈ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു പിടിപാടുകളോ 4 ആൾ അറിയുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ അതാണ് VR സുധീഷ് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനാണ്, ഒരു സന്നദ്ധ പ്രവർത്തകനാണ്. അപ്പോൾ ആ വ്യക്തിക്കെതിരെ ആരോപണം. രാഹുൽ മാങ്കൂട്ടോ പിന്നെ പറയേണ്ടതില്ലല്ലോ, കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന വ്യക്തി. അപ്പോൾ ആ വഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഇത് വരുന്നതിന് മുമ്പ് ഷഹനാസിനെ ആർക്കെങ്കിലും അങ്ങനെ അറിയോ? ഞാൻ പറയുന്നത് തീരെ അറിയില്ല എന്നല്ല. ഇപ്പോൾ ഈ ഒരു വിവാദം കൊണ്ടുണ്ടായ ഉപകാരം എന്താ? അന്ന് അറിഞ്ഞതിലും ഇരട്ടിയിലധികം ആളുകൾക്ക് ഇപ്പോൾ ഷഹനാസിനെ അറിയാം. എന്ന് പറഞ്ഞാൽ ഷഹനാസ് പറഞ്ഞത് തന്നെ, എങ്ങനെയെങ്കിലും 4 ആൾ അറിഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവൾ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ വക്കിൽ പോയി നിൽക്കണം? അങ്ങോട്ട് ചാടിക്കൂടെ അതിൻ്റെ ഉള്ളിലേക്ക്? ഇനിയിപ്പോൾ അതല്ല എൻ്റെ ഒരു ചോദ്യം. ഇവൾ പരാതി കൊടുത്തത് ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് എന്നാണല്ലോ, അല്ലേ? അപ്പോൾ ഇവള് കാരണം എത്ര ആളുകൾ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്നുണ്ടാവും? എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഇവള് കാരണം, ഈ ഷഹനാസ് കാരണം? ഞാനുള്ളതാ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. കാരണം ഇവളുടെ പ്രവൃത്തി അങ്ങനെയാ, ഇവളുടെ ജീവിതം അങ്ങനെയാ. തട്ടിപ്പും വെട്ടിപ്പും പണമുണ്ടാക്കലും അവസാനം പിന്നിൽ നിന്ന് കുത്തലും. അതിനുവേണ്ടി എന്തിനും റെഡിയാ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരൊറ്റ ചോദ്യം, ഇപ്പോൾ ബീനാമ എത്രമാത്രം മനം നൊന്നിട്ടുണ്ടാവും? ആ ബീനാമ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അതിനാരുത്തരം പറയൂ? ഷഹനാസ് ഉത്തരം പറയോ? അത് ചെയ്യൂല ബീനാമ. പക്ഷെ ബീനാമ അങ്ങനെയെങ്ങാനും ബീനാമക്ക് അങ്ങനെ ഒരു കൈമോശം വന്നാൽ, അങ്ങനെ ഒരു അബദ്ധം ബീനാമ എങ്ങാനും ചെയ്താൽ പറയാൻ പറ്റൂല. കാരണം മനുഷ്യനാണ്. പിടിച്ചിപ്പോൾ CJ റോയിനെ നിങ്ങൾ കണ്ടില്ലേ? ഒരു ഘട്ടത്തിൽ മനസ്സൊരു സെക്കൻഡ് കയ്യിൽ നിന്ന് പോയതാണ്, ടിഷ് തീർത്ത്, അല്ലേ? അതുപോലെ കേസ് എങ്ങാനും ഷഹനാസെ നീ മുട്ടിപ്പായിട്ട് നീ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും വേണ്ടില്ല, നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണ്ടില്ല, നീ നിൻ്റെ മനസ്സിലെങ്കിലും നീ ആഗ്രഹിച്ചോ, ബീനാമ എങ്ങാനും അങ്ങനെ ഒരു കയ്യബദ്ധം ചെയ്താൽ ഷഹനാസെ നീ തീർന്നു. പിന്നെ നീ തീർന്നെന്ന് പറയുന്നത്, പിന്നെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, പിന്നെ നീ ഒരു കോടതിയിലും പോകേണ്ടി വരില്ല, നീ ഈ ഒരു നിയമത്തിന് മുന്നിലും പിന്നെ പോകേണ്ടി വരില്ല. നിന്നെ തീർക്കുന്നത് നിയമമോ കോടതിയോ അല്ലെങ്കിൽ നിൻ്റെ ആത്മഹത്യയോ ഒന്നും ആയിരിക്കില്ല, അല്ലാതെ നിന്നെ തീർക്കും. അതുള്ളതാ. അത് നീ മുട്ടിപ്പായിട്ട് നീ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, ഇനി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും, ഇപ്പോൾ പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം നീ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇതും കൊണ്ടു നടന്നോ. ബീനാമ കയ്യബദ്ധമൊന്നും ചെയ്യല്ലേ എന്ന്. കാരണം എന്താ? അതെങ്ങാനും സംഭവിച്ചാൽ, അങ്ങനെ എങ്ങാനും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, നടക്കില്ല 100% അങ്ങനെ വിശ്വസിക്കുന്നു, പക്ഷേ എങ്ങാനും അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ പറഞ്ഞ നിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളും നിൻ്റെ ഈ പുട്ടിയും നിൻ്റെ ലീലാവിലാസങ്ങളും നിൻ്റെ IAS-ഉം നിൻ്റെ തട്ടിപ്പും നിൻ്റെ മക്ബത്തും നിൻ്റെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരും. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നീ ഇങ്ങനെ പരാതിയൊക്കെ കൊടുക്കുമ്പോൾ നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയും നീ.
നിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് നീ ഒന്നും നിന്നെക്കുറിച്ച് പേഴ്സണലായിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട. കാരണം അത് നീയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ അതൊക്കെ ഉള്ളതാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. നീ ഒരൊറ്റ മറുപടി പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ നിർത്തേണ്ടടുത്ത് നിർത്തിയെന്നാണല്ലോ പറഞ്ഞത്. എന്താണ് നീ നിർത്തിയത്? വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നീ പറഞ്ഞ മറുപടി എന്താണ്? ഇത് മാത്രം നീ പുറത്ത് പറഞ്ഞാൽ മതി. നീ വിളിച്ചു എന്നല്ല, അതിനൊരു തെളിവ് വേണം. തെളിവാണ് ചോദിക്കുന്നത്. നീ അവൻ കോഴിയാണ് എന്നല്ല പറയേണ്ടത്. ഇതിനൊരു തെളിവ് എന്താണ്? അത് മാത്രം പറഞ്ഞാൽ മതി. അത് കാരണം ബാക്കി നീ പറയുന്നതൊക്കെ നമ്മൾ സമ്മതിക്കാം.